നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുന്നു. കഴിഞ്ഞ ദിവസം അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകിയിരുന്നു. മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിലാണ് ബാങ്ക് രേഖകൾ പരിശോധിക്കുന്നത്. അഖിൽ പാലോട്ട് മഠം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, പ്രധാനമായും ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷിച്ചാൽ തന്നെ എന്താണ് സംഭവിച്ചത്, സാമ്പത്തികമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെയും വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ ഈ 3 പേരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയാണ്. വീണ, BJP നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ നടത്തിയ OBOCയുടെ സ്ഥാപനത്തിൽ നിന്നാണ് ജീവനക്കാരായ 3 പേർ പണം അപഹരിക്കുന്നു എന്ന പേരിൽ മ്യൂസിയം പോലീസിൽ ആദ്യം കൃഷ്ണകുമാർ ഒരു പരാതി നൽകുന്നത്. പക്ഷേ ആ പരാതിക്ക് കൗണ്ടറായി നൽകിയ ആ പരാതിയിന്മേലായിരുന്നു വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിച്ചത്. ഇതിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം പോലീസിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ കൃഷ്ണകുമാർ ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബാങ്ക് രേഖകൾ പരിശോധിക്കാൻ, അതായത് 3 ജീവനക്കാരുടെയും ദിയയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ വേണ്ടി പോലീസ് തീരുമാനമെടുത്തത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ബാങ്കുകൾക്ക്, അതായത് ഇവർ ഉപയോഗിക്കുന്ന വിവിധങ്ങളായ ബാങ്കുകൾക്ക് കത്ത് നൽകിയിരുന്നു. അതായത് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം തരണം, അവർ നടത്തിയ ബാങ്ക് ഇടപാടുകളുടെ രേഖകളെല്ലാം തന്നെ നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ പശ്ചാത്തലത്തിൽ ബാങ്കുകൾ നൽകിയ രേഖകളാണ് ഇപ്പോൾ പോലീസ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ദിയയുടെ ബാങ്ക് അക്കൗണ്ട്, അതോടൊപ്പം തന്നെ ആ 3 ജീവനക്കാരികളുടെയും ആ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ആ പരിശോധന നടത്തുന്നത്. വീണ.